നമ്മിൽ പലരും പാമ്പുകളെ കണ്ട് ഭയപ്പെടാറുണ്ട്. ഇതൊരു ഗുരുതരമായ പ്രശ്നം തന്നെയാണ്. ഇതിന് ഹെർപെറ്റോഫോബിയ എന്നൊരു ശാസ്ത്രീയ നാമം പോലുമുണ്ട്. പലർക്കും ഒരു പാമ്പിൻ്റെ ചിത്രം പോലും സഹിക്കാനാകില്ല. കാട്ടിൽ വെച്ച് ഉപദ്രവകാരി അല്ലാത്ത ഒരു പാമ്പിനെ കാണുമ്പോൾ പോലും അവർ കഠിനമായി തളർന്നു പോകുന്നു. അപ്പോൾ ഒരു വലിയ മുതലയെ മുഴുവനായി വിഴുങ്ങുവാൻ കഴിയുന്ന ഒരു വലിയ പാമ്പിനെ കാണുമ്പോൾ അങ്ങനെ ഭയമുള്ള ആളുകൾക്ക് എന്തു തോന്നും എന്ന് പറയാൻ പോലും പ്രയാസമാണ്. ഇതൊരു യക്ഷിക്കഥയിലെ കഥാപാത്രമോ ഹൊറർ സിനിമയിലെ ഒരു ചിത്രമോ അല്ല. ഈ രാക്ഷസ രൂപിയായ ജീവി നമ്മുടെ ഗ്രഹത്തിൽ യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്നു. ശാസ്ത്രജ്ഞർ അതിൻ്റെ അവശിഷ്ടങ്ങൾ അടുത്ത കാലത്ത്, അതായത് 2009 ആദ്യമായി കണ്ടെത്തുന്നത്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഇതിപ്പോഴും എവിടെയെങ്കിലും ജീവിക്കുന്നുണ്ടാകാം. എക്കാലത്തെയും വലുതും ഭയാനകവുമായ പാമ്പായ ടൈറ്റനോബോവയെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഒരു അന്താരാഷ്ട്ര ഗവേഷണ സംഘത്തിൻ്റെ പരിവേഷണങ്ങൾക്കിടയിൽ നടന്ന തികച്ചും സാധാരണമായ ഖനനങ്ങളായിരുന്നു ഇവ. ഫ്ലോറിഡ സർവകലാശാലയിലെ പാലിയോളജിസ്റ്റായ ജോനാഥൻ ബ്ലോക്കും പനാമയിലെ സ്മിത്സോണിയൻ ട്രോപ്പിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പാലിയോ ബോട്ടണിസ്റ്റായ കാർലോസ് ജെറാമില്ലോസുമാണ് ഈ സംഘത്തെ നയിച്ചത്. അവർ ആമസോൺ തടത്തിൽ, അതായത് കൊളംബിയയിലെ ജാഗ്വാജറയിലുള്ള സെറജോൺ ഫോർമേഷനിലെ കൽക്കരി ഖനിയിൽ ജോലി ചെയ്യുകയായിരുന്നു. പെട്ടെന്ന് ശാസ്ത്രജ്ഞർ അത്യന്തം അസാധാരണമായ ഒന്നിൽ തട്ടി. അത് ശാസ്ത്രലോകത്തിൽ വലിയ കോലിളക്കം തന്നെ സൃഷ്ടിച്ചു. നമുക്ക് മുമ്പ് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അത്രത്തോളം വലിപ്പമുള്ള പുരാതന പാമ്പുകളുടെ അവശിഷ്ടങ്ങൾ. പ്രാഥമിക കണക്കുകൂട്ടലുകൾ പ്രകാരം ഈ പാമ്പുകൾക്ക് 14 മീറ്റർ, അതായത് 46 അടി വരെ അല്ലെങ്കിൽ അതിലും കൂടുതൽ നീളം, കുറഞ്ഞത് 1 ടൺ ഭാരവുമുണ്ടെന്ന് വ്യക്തമായി. ഏകദേശം 60 മുതൽ 58 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മധ്യകാല അന്ത്യകാല പാലിയോജീൻ കാലഘട്ടത്തിലാണ് ഈ ഭീമൻ പാമ്പുകൾ ജീവിച്ചിരുന്നത്. വാസ്തവത്തിൽ പറഞ്ഞാൽ പക്ഷി വിഭാഗത്തിൽപ്പെടാത്ത എല്ലാ ദിനോസറുകൾക്കും വംശനാശം സംഭവിച്ചതിൻ്റെ തൊട്ടു പിന്നാലെ ആകെ 30ഓളം ജീവികളുടെ ഫോസിലുകൾ കണ്ടെത്തി. വെറും നട്ടെല്ലുകൾ മാത്രമല്ല, 3 പൂർണ്ണ തലയോട്ടികൾ വരെ ലഭിച്ചു. അതുകൊണ്ട് യാതൊരു സംശയവുമില്ല, പുരാതന ഭീമൻ രാക്ഷസന്മാരുടെ ലോകത്ത് ഭയങ്കരനായ മറ്റൊരു ഉദാഹരണം കൂടെ ലഭിച്ചിരിക്കുന്നു. ആദ്യ കാഴ്ചയിൽ 14 മീറ്റർ വലിപ്പം എന്നത് അത്ര പ്രത്യേകതയുള്ള ഒന്നായി തോന്നിയേക്കില്ല. ശരിയാണ്, അതൊരു മൈൽ പോലുമല്ല. മാത്രമല്ല, ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഭീമൻ അനാക്കോണ്ടകളേക്കാൾ വെറും 3 മീറ്റർ മാത്രമേ ഇതിന് കൂടുതൽ നീളമുള്ളൂ. എന്നാൽ ഇതൊരു ആദ്യ കാഴ്ചയിൽ മാത്രമാണ്. ഒരു ചിത്രം പോലും ഇല്ലാതെ നിങ്ങൾ ചിന്തിച്ചാൽ പോലും ഭീമൻ അനാക്കോണ്ടകളേക്കാൾ 1/3 വലുതാണ് ടൈറ്റനോബോവകൾ. നിങ്ങൾ ഒരു ദൃശ്യം നോക്കി അതിനെ ഒരു മനുഷ്യനുമായി താരതമ്യം ചെയ്താൽ അത് അല്പം അസ്വസ്ഥതയുണ്ടാക്കും. ഈ ഒരു ചിത്രത്തിൽ നിന്നും നമുക്ക് താരതമ്യപ്പെടുത്താവുന്നതേ ഉള്ളൂ. മനുഷ്യൻ ടൈറ്റനോബോവയുടെ മുമ്പിൽ എത്രയോ ചെറുതാണ്. എന്നാൽ ഇതിൽ താല്പര്യമുള്ളവർ ടൈറ്റനോബോവയുടെ വലിപ്പമോ മഹിമയോ അളവോ ഒന്നും കുറയാതെ പൂർണ്ണ വലിപ്പമുള്ള ടൈറ്റനോബോവയെ പുനർനിർമ്മിക്കുവാൻ തന്നെ ശ്രമിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രശസ്തമായ പുനർനിർമ്മാണങ്ങളിൽ ഒന്ന് സ്മിത്സോണിയൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എക്സിബിഷനിലാണ് ഉള്ളത്. ഒരു വലിയ പാമ്പ് വലിയൊരു മുതലയെ വിഴുങ്ങുന്ന രൂപം. ഇതൊരു കലാകാരൻ്റെ വെറും സങ്കല്പം മാത്രമല്ല. ഗവേഷകർ ആമസോൺ തരത്തിൽ ധാരാളം ഫോസിലുകളായ അസ്ഥികൂട ഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അവ അതിശയിപ്പിക്കുന്നതാണ്. നിറത്തെക്കുറിച്ച് നമുക്ക് ഉറപ്പിച്ചൊന്നും തന്നെ പറയുവാൻ കഴിയില്ല എന്നത് മാത്രമാണ് ഏക കാര്യം. മിക്കവാറും ടൈറ്റനോബോവകൾക്ക് ഇന്നത്തെ മലമ്പാമ്പിനെ പോലെ തന്നെ ഒളിച്ചിരിക്കുവാൻ സഹായിക്കുന്ന നിറമായിരുന്നു ഉണ്ടായിരുന്നത്. കടും പച്ച നിറമുള്ള ശലകങ്ങളും ശരീരത്തിൽ ഉടനീളം കറുത്ത വളയങ്ങളുള്ള പാടുകളും ഉണ്ടായിരുന്നിരിക്കണം. എന്നാൽ വലിപ്പത്തെക്കുറിച്ച് ഊഹിക്കേണ്ട ആവശ്യമില്ല. ഇത് വലിപ്പത്തെ താരതമ്യപ്പെടുത്തുകയാണ്. ഇടതുവശത്തുള്ളത് ടൈറ്റനോബോവയുടെ നട്ടെല്ലാണ്. വലതുവശത്തുള്ളത് എന്തായിരിക്കും? ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിപ്പം കൂടിയ പാമ്പായ അനാക്കോണ്ടയുടെ നട്ടെല്ലാണ്. എത്രമാത്രം വ്യത്യസ്തമാണല്ലേ. ആ സമയത്ത് ഡൈനോസറുകൾക്ക് വംശനാശം സംഭവിച്ചിരുന്നു എങ്കിലും ടൈറ്റനോബോവ മറ്റ് ഭീമൻ ഉരകങ്ങൾക്കൊപ്പം എങ്ങനെ സഹകരിച്ചു ജീവിച്ചിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നത് രസകരമായിരിക്കും. ഏറ്റവും പെട്ടെന്ന് തിരിച്ചറിയാവുന്നതും ഏറ്റവും വലുതുമായ ഡൈനോസറുകളിൽ ഒന്നായ ഡിപ്ലോഡോങ്കസിനെ നമുക്ക് ഉദാഹരണമായി എടുക്കാം. ചില കണക്കുകൾ പ്രകാരം ഈ ഭീകരജീവികൾ മൂക്കിൻ്റെ അറ്റം മുതൽ വാലിൻ്റെ അറ്റം വരെ ശരാശരി 27 മീറ്ററും 35 മീറ്റർ വരെയും എത്തുമായിരുന്നു. അതായത് നമുക്ക് കാണാവുന്നതുപോലെ
ടൈറ്റനാബോബയുടെ നീളം ശരാശരി ഡിപ്ലോഡോങ്കസിൻ്റെ പകുതി പോലും എത്തിയിരുന്നില്ല. എങ്കിലും അവയുടെ ഭാരം നാടകീയമായി വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. വിവിധ കണക്കുകൾ പ്രകാരം ഡിപ്ലോഡോങ്കസിന് 20 മുതൽ 80 ടൺ വരെ ഭാരമുണ്ടായിരുന്നു. 1 ടൺ വരെ മാത്രം ഭാരമുള്ള ടൈറ്റനാബോബയ്ക്ക് തീർച്ചയായും അത്തരമൊരു ഭീകരജീവിയോട് മത്സരിക്കുവാൻ കഴിയുമായിരുന്നില്ല. ഡിപ്ലോഡോങ്കസിനെ സംബന്ധിച്ചിടത്തോളം ഈ ടൈറ്റനാബോബ വെറുമൊരു നിസ്സാര ജീവി മാത്രമായിരുന്നു. അത് എപ്പോഴും വഴിയിൽ തടസ്സമായി നടന്നിരിക്കാം. എങ്കിലും ന്യായമായും പറയുകയാണെങ്കിൽ ആ പാമ്പ് അപ്പോഴും വളരെ ഭയപ്പെടുത്തുന്നത് തന്നെയായിരുന്നു. അതിൻ്റെ ശരീരത്തിന് 1 മീറ്റർ വരെ കനമുണ്ടായിരുന്നു. കൂടി വന്നാൽ ഡിപ്ലോഡോങ്കസ് ഒരുപക്ഷെ അതിൻ്റെ മേൽ ചവിട്ടി വീണേക്കാം. മറുവശത്ത് ചെറിയ മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനെ കണ്ടുമുട്ടുന്നത് വലിയ നിർഭാഗ്യവും അപകടകരവുമായിരിക്കാം. ഇന്നത്തെ കാലത്തെ മൃഗങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ രാക്ഷസന് ഒരു മുതലയെ മാത്രമല്ല, വലിയൊരു കാണ്ടാമൃഗത്തെ മുഴുവനായി വിഴുങ്ങുവാൻ കഴിയും എന്ന് നമുക്ക് തോന്നാം. എന്നാൽ അത് ശരിക്കും അങ്ങനെ തന്നെയായിരുന്നു. ആദ്യകാലത്ത് ശാസ്ത്രജ്ഞന്മാർ ഉറച്ചു വിശ്വസിച്ചിരുന്നത് ടൈറ്റനാബോബ ഏറ്റവും ഉയർന്ന വേട്ടക്കാരനും വളരെ ക്രൂരനും രഹസ്യമായി ആക്രമിക്കുന്നവരുമായിരുന്നു എന്നാണ്. മലമ്പാമ്പുകളെപ്പോലെ അത് ഇരയെ പിന്തുടരുകയും അപ്രതീക്ഷിതമായി പിടികൂടി മരണമുറുക്കത്തിലൂടെ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയും പിന്നീട് മുഴുവനായും വിഴുങ്ങുകയും ചെയ്തിട്ടുണ്ടാകാം. യഥാർത്ഥത്തിൽ ശാരീരികമായി ഒരു ടൈറ്റനാബോബ ഒരു കുതിരയുടെ വലിപ്പമുള്ള മൃഗത്തിൻ്റെ എല്ലാ എല്ലുകളും ഒടിക്കുവാനും ശ്വാസം മുട്ടിക്കുവാനും മാത്രം കരുത്തുള്ളതായിരുന്നു. വിവിധ കണക്കുകൾ പ്രകാരം ഈ പാമ്പിൻ്റെ മുറുക്കത്തിൻ്റെ ശക്തി ചതുരശ്ര സെൻറ്റിമീറ്ററിൽ 30 കിലോഗ്രാം, അതായത് 400 PSI വരെയാകാം. വളരെയേറെ വിശ്വസിച്ചിരുന്നത് ടൈറ്റനാബോബകൾ മുതലകളെയാണ് ഉച്ചഭക്ഷണമാക്കിയിരുന്നത് എന്നാണ്. എങ്കിലും ശാസ്ത്രലോകം ഇക്കാര്യത്തിൽ പൂർണ്ണമായും യോജിക്കുന്നില്ല. ഇൻഡ്യാന യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ ഡേവിഡ് പോളി വിശ്വസിക്കുന്നത് ഈ ഭീമൻ പാമ്പ് മത്സ്യം കടിച്ചിരുന്നു എന്നാണ്. കൂടുതൽ പഠനങ്ങൾ തെളിയിച്ചതുപോലെ മുതലയെ തിന്നുന്ന ടൈറ്റനാബോബകളെക്കുറിച്ചുള്ള നിഗമനങ്ങൾ സത്യത്തിൽ നിന്നും വളരെയേറെ അകലെയായിരുന്നു. യഥാർത്ഥത്തിൽ ടൈറ്റനാബോബ ഒരു നീല തിമിംഗലത്തിൻ്റെയോ തിമിംഗല സ്രാവിനെയോ പോലെയായിരുന്നു. വലിയ വലിപ്പമുണ്ടായിരുന്നിട്ടും അത് ചെറിയ കാര്യങ്ങൾ മാത്രമേ, പ്രധാനമായും മത്സ്യങ്ങളെ മാത്രമായിരുന്നു കഴിച്ചിരുന്നത്. നമ്മൾ എങ്ങനെയാണ് ഈ നിഗമനത്തിലെത്തിയത്? ഇത് മറ്റാരുമല്ല, ടൈറ്റനാബോബയെ കണ്ടെത്തിയവരിൽ ഒരാളായ ജൊനാഥൻ ബ്ലോക്ക് തന്നെയായിരുന്നു പറഞ്ഞത്. എങ്കിലും അദ്ദേഹം തുടക്കം മുതലേ ഇങ്ങനെയാണ് ചിന്തിച്ചിരുന്നത്. 2013 ബ്ലോക്കും സഹപ്രവർത്തകരും ടൈറ്റനാബോബയുടെ തലയോട്ടികളെക്കുറിച്ചുള്ള കണ്ടെത്തലുകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് പുതിയൊരു പ്രബന്ധം തന്നെ പ്രസിദ്ധീകരിച്ചു. ഗവേഷകർക്ക് പാമ്പിൻ്റെ തലയുടെ ഘടനാപരമായ സവിശേഷതകളും അതിലൂടെ അതിൻ്റെ ഭക്ഷണക്രമവും വ്യക്തമായി തന്നെ തിരിച്ചറിയുവാൻ കഴിഞ്ഞു. ടൈറ്റനാബോബയ്ക്ക് ധാരാളം അണ്ണാക്ക് പല്ലുകളും പാർശ്വപ്പല്ലുകളും ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തി. കൂടാതെ അവ അത്ര ഈട് നിൽക്കുന്നവയായിരുന്നില്ല. ഇതിനർത്ഥം ടൈറ്റനാബോബ കൂടുതലും ഭക്ഷിച്ചിരുന്നത് താരതമ്യേന ചെറിയ മൃഗങ്ങളെ ആയിരുന്നു. അവയ്ക്ക് ഇവയോട് പോരാടാൻ കഴിയില്ലായിരുന്നു. എന്നാൽ അവ വഴുതിപ്പോവുകയും വേഗതയുള്ളതും രക്ഷപ്പെടാൻ സാധ്യതയുള്ളതുമായിരുന്നു. പ്രധാനമായും മത്സ്യം കഴിക്കുന്ന ആധുനിക ഉയർന്ന പാമ്പുകളിലും സമാനമായ ഘടനാപരമായ സവിശേഷതകളും കാണപ്പെടുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എക്കാലത്തെയും ഭയാനകമായ പാമ്പ് വാസ്തവത്തിൽ ഒരു പ്രൊഫഷണൽ മീൻപിടുത്തക്കാരൻ തന്നെയായിരുന്നു എന്ന് ശാസ്ത്രജ്ഞന്മാർ നിഗമനത്തിലെത്തി. കരയിൽ താരതമ്യേന മന്ദഗതിയിലുള്ള വിചിത്രമായി നീങ്ങുന്നു എങ്കിലും വെള്ളത്തിലിത് വളരെ ചടുലമായി തന്നെ സഞ്ചരിച്ചിരുന്നു. സമൃദ്ധമായ പ്രകൃതിദത്ത സാഹചര്യങ്ങളിൽ ടൈറ്റനാബോബയ്ക്ക് ഭക്ഷണ സ്രോതസ്സുകളിൽ പ്രശ്നങ്ങളുണ്ടാകുവാൻ സാധ്യതയില്ലായിരുന്നു. ഭയാനകമായ വലിപ്പവും ശക്തിയും ഉള്ളതുകൊണ്ട് പാമ്പ് തന്നെ ആരുടെയും നേരിട്ടുള്ള ഇരയായിരുന്നില്ല. എന്നാൽ ഇതിന് സ്വാഭാവികമായി ശത്രുക്കൾ ഉണ്ടായിരിക്കാം. ഉദാഹരണത്തിന് ഭീമൻ ആമയായ കാർബോണിമിസ്. ടൈറ്റനാബോബകളുടെ അവശിഷ്ടങ്ങൾക്കൊപ്പം ഈ ആമകളുടെ അവശിഷ്ടങ്ങളും പലപ്പോഴും ചതുപ്പുകളിലും തടാകങ്ങളിലും കാണപ്പെട്ടിരുന്നു എന്നത് ഇതിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഇവയുടെ തോടിന് 1.7 മീറ്റർ നീളമുണ്ടായിരുന്നു. അവർ തീർച്ചയായും പരസ്പരം വേട്ടയാടിയിരുന്നില്ല. എന്നാൽ അവർ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണത്തിനായി വഴക്കിട്ടിരിക്കാം. കാരണം കാർബോണിമിസും അതേ മത്സ്യങ്ങളെ തന്നെയാണ് കഴിച്ചിരുന്നത്. കൂടാതെ വേഷപ്രച്ഛന്നരായി ഒളിച്ചിരുന്ന് ഒരേ രീതിയിൽ തന്നെ വേട്ടയാടുകയും ചെയ്തിരുന്നു. ഇത്തരം പോരാട്ടങ്ങളിൽ ടൈറ്റനാബോബ ജയിക്കുവാൻ സാധ്യത വളരെ കുറവായിരുന്നു. വളരെ വലുതാണെങ്കിലും ആമയുടെ ശക്തമായ തോടിനെയും ചവച്ചരയ്ക്കുന്ന താടിയെല്ലിനെയും മറികടക്കുവാൻ ടൈറ്റനാബോബയ്ക്ക് പ്രയാസമായിരുന്നു. ഇതെല്ലാം അതിജീവിച്ച് ടൈറ്റനാബോബ ഇന്നുണ്ടായിരുന്നുവെങ്കിൽ
അവർക്ക് വളരെ ക്രൂരനും തോൽപ്പിക്കുവാൻ കഴിയാത്തതുമായ ഒരു ശത്രുവിനെ നേരിടേണ്ടി വരുമായിരുന്നു. ആ ശത്രു മറ്റാരുമായിരിക്കില്ല, നമ്മൾ തന്നെ ആയിരുന്നേനെ. ഈ ഭീമൻ പല്ലുകൾ ആഡംബര വസ്തുക്കളുടെ നിർമ്മാതാക്കൾക്ക് വലിയ മൂല്യമുള്ളതായിരിക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ. പാമ്പിൻ്റെ തോൽ ഉൽപ്പന്നങ്ങൾ ഇപ്പോഴും വിശ്വസിക്കാനാവാത്ത വിധം വിലയേറിയതാണ്. കൂടാതെ ആഡംബരപ്രിയരായ ജനങ്ങൾക്കിടയിൽ ഇതിനെല്ലാം വലിയ ഡിമാൻഡുമുണ്ട്. മിക്കവാറും ടൈറ്റനാബോബ ഇന്ന് വരെ ജീവിച്ചിരിക്കുകയും കൊല്ലപ്പെടാതിരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അത് അതികർശനമായ അന്താരാഷ്ട്ര സംരക്ഷണത്തിന് കീഴിലാകുമായിരുന്നു. ഇതിൻ്റെ അതീവ ദുർബലമായ അവസ്ഥ കാരണം വംശനാശത്തിൻ്റെ വക്കിലുള്ള അത്യപൂർവം ഒരു വർഗമായിരിക്കും അത്. മറുവശത്ത് ടൈറ്റനാബോബ മനുഷ്യനുമായി അധികം സമ്പർക്കം പുലർത്താത്തതിനാൽ അതിൻ്റെ ആവാസ വ്യവസ്ഥ തികച്ചും അനുകൂലമായിരിക്കും. വലുതും ചെറുതുമായ ജലാശയങ്ങളുള്ള ആമസോൺ നദീതടം ഭൂമിയിലെ ഏറ്റവും അപ്രാപ്യമായ സ്ഥലങ്ങളിൽ ഒന്ന് തന്നെയാണ്. നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത കൂടുതൽ പുതിയ മൃഗവർഗങ്ങൾ ഇപ്പോഴും അവിടെ കണ്ടെത്തപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഒരുപക്ഷെ ടൈറ്റനാബോബ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടാകാം. ഭാഗ്യവച്ചാലോ നിർഭാഗ്യവച്ചാലോ നമുക്ക് ഇന്നേ വരെ അതിന് സാധിച്ചിട്ടുമില്ല. അത്രയും വലിയൊരു ജീവവർഗം സംശയമില്ലാതെ ചില അടയാളങ്ങൾ അവശേഷിപ്പിക്കും. അത്രയും വർഷങ്ങൾ ആ പ്രദേശം നിരീക്ഷിച്ചതിൽ നിന്നും കുറഞ്ഞത് പരോക്ഷമായ സൂചനകൾ എങ്കിലും നമുക്ക് ലഭിക്കുമായിരുന്നു. എന്നാൽ ദശലക്ഷക്കണക്കിന് വർഷങ്ങളോളം പഴക്കമുള്ള ഫോസിലുകളായ അവശിഷ്ടങ്ങൾ മാത്രമേ ഇന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. പക്ഷേ ഇത്തരം രാക്ഷസന്മാർ ഭാവിയിൽ പ്രത്യക്ഷപ്പെടില്ല എന്ന് ഇന്നാരും പറയുന്നില്ല. അത് അസാധ്യമാണെന്നാണോ നിങ്ങൾ പറയുന്നത്? എങ്ങനെ തീർച്ചയായും പറയുവാൻ സാധിക്കും? അവർ എന്തിനാണ് ഇനി പ്രത്യക്ഷപ്പെടുന്നത്? എന്നാൽ വാസ്തവത്തിൽ ഇവിടെയാണ് കാര്യം കൂടുതൽ രസകരമായി മാറാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ഭാവിയിൽ ഇത്തരം രാക്ഷസന്മാർ പ്രത്യക്ഷപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുവാൻ നമ്മൾ ഭൂതകാലത്തേക്ക് നോക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് അവയുടെ ആവിർഭാവം സാധ്യമാക്കിയ സാഹചര്യങ്ങളിലേക്ക്. തുടക്കത്തിൽ ഭീമൻ ഫർണുകൾ മുതൽ അതിഭീകര തുമ്പികൾ വരെയും വൈവിധ്യമാർന്ന ദിനോസർ വർഗങ്ങളും ആ കാലഘട്ടത്തിൽ തഴച്ചു വളർന്നിരുന്നു എന്ന് നമുക്ക് ഓർക്കാം. തീർച്ചയായും നമുക്ക് ഇപ്പോൾ വലിയ തിമിംഗലങ്ങളും ആനകളും സെക്വോയ മരങ്ങളും ഉണ്ടെങ്കിലും യഥാർത്ഥ ഭീമന്മാർ വളരെ വളരെ കുറവാണ് എന്ന് നമുക്ക് സത്യസന്ധമായി തന്നെ പറയാം. ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി ഭൂമിയിൽ വിഹരിച്ചിരുന്ന രാക്ഷസ രൂപികളായ ഭീകരന്മാരുടെ എണ്ണത്തിൽ അടുത്തൊന്നും ഇത് വരില്ല. എന്നാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? അവരെല്ലാം എങ്ങോട്ട് പോയി? മിക്കവാറും ചില വർഗങ്ങളുടെ ഭീമമായ വലിപ്പത്തിന് വ്യത്യസ്തമായ ഘടകങ്ങൾ കാരണമായിട്ടുണ്ട്. എന്നാൽ ഉരകവർഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവയ്ക്ക് പ്രത്യേക സവിശേഷതകളുണ്ട്. അവയിൽ ഭൂരിഭാഗവും ശീതരക്തമുള്ളവയോ അല്ലെങ്കിൽ പോയ്ക്കീലിയോ തെർമിക്കോ ആണ്. ബാഹ്യ പരിസ്ഥിതിയുടെ താപനിലയെ അടിസ്ഥാനപ്പെടുത്തി മാറുന്ന അസ്ഥിരമായ ശരീര താപനിലയുള്ള ഈ മൃഗങ്ങളെയാണ് ഈ പദം സൂചിപ്പിക്കുന്നത്. ഉഷ്ണരക്തമുള്ള ജീവികൾ എന്ന നിലയിൽ നമുക്ക് നമ്മുടെ സാധാരണ 36.6 ഡിഗ്രി സെൽഷ്യസ് ശരീരത്തിനകത്ത് തന്നെ നിലനിർത്തുവാൻ കഴിയും. മറുവശത്ത് പാമ്പുകൾക്ക് അത്തരം താപനില നൽകുവാൻ പരിസ്ഥിതി ആവശ്യമാണ്. അതുകൊണ്ടാണ് ഉരകങ്ങൾ വെയിൽ കായുന്നത് അത്രയധികം ഇഷ്ടപ്പെടാൻ കാരണം. അവർക്ക് വായു പോലെ തന്നെ ചൂടും ആവശ്യമാണ്. അതുകൊണ്ട് ഭൂമിയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ പാമ്പിൻ്റെ അവശിഷ്ടങ്ങൾ 60 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പുള്ള അതികഠിനമായ ഉഷ്ണമേഖലാ കാലാവസ്ഥയെ സൂചിപ്പിക്കുന്നു. ശരാശരി താപനില 30 ഡിഗ്രി സെൽഷ്യസിന് താഴെയാണെങ്കിൽ ഒരു ധ്രുവക്കരടിയുടെ ഭാരവും ചാരനിറത്തിലുള്ള തിമിംഗലത്തിൻ്റെ നീളവുമുള്ള ഒരു പാമ്പിന് അതിജീവിക്കാനോ ഇത്രയും വലിയ വലിപ്പത്തിലെത്തുവാനോ ഒരിക്കലും സാധ്യമല്ല. ഒരു പ്രത്യേക വസ്തുത തെളിയിക്കുന്നതിൽ ശാസ്ത്രജ്ഞന്മാർക്ക് ടൈറ്റനാബോബ മറ്റൊരു തെളിവായി മാറി. 58 മുതൽ 60 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലെ ശരാശരി വാർഷിക താപനില എന്നത് 30 മുതൽ 34 ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരുന്നു. ടൈറ്റനാബോബയുടെ ഉപാപചയ പ്രവർത്തനങ്ങൾ ആധുനിക പാമ്പുകളുടേതിന് സമമായിരുന്നു എന്ന് നമ്മൾ കരുതുന്നുവെങ്കിൽ അതിന് 30 മുതൽ 34 ഡിഗ്രി സെൽഷ്യസ് വരെ ശരാശരി വാർഷിക താപനില ആവശ്യമായിരുന്നു. അതായത് നമ്മൾ മുൻപ് കരുതിയതിനേക്കാൾ 6 മുതൽ 10 ഡിഗ്രി വരെ കൂടുതൽ. ഈ കഴിഞ്ഞ ദശകങ്ങളിലെ കാലാവസ്ഥയുടെ നിലവിലെ അവസ്ഥ എന്താണ്? ആഗോള താപനം. നിലവിലുള്ള മാറ്റങ്ങൾ വെച്ച് ഭാവിയിൽ ടൈറ്റനാബോബയെ പോലുള്ള അതിരാക്ഷസന്മാരുടെ ആവിർഭാവത്തിന് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. തീർച്ചയായും പ്രകൃതിയിൽ ദോഷകരമായി സ്വാധീനിക്കുന്ന മനുഷ്യ നാഗരികതയോട് അടുത്ത് നിൽക്കുന്നത് ആമസോൺ വനങ്ങളിൽ ടൈറ്റനാബോബയുടെ പുതിയൊരു ജന്മത്തിന് സഹായിക്കില്ല. എങ്കിലും
പല പാലിയോ ക്ലൈമറ്റോളജിസ്റ്റുകളുടെയും അഭിപ്രായത്തിൽ ഭാവിയിൽ ഭൂമി വളരെ രസകരമായ പുതിയ ജീവവർഗങ്ങളുടെ രൂപീകരണത്തിന് സാക്ഷ്യം വഹിച്ചേക്കാം. ഭൂമിയുടെ ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായ ഉരുകങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു ടൈറ്റനാബോബ. ദിനോസറുകൾക്ക് ശേഷമുള്ള കാലഘട്ടത്തിൽ ആമസോൺ കാടുകളിലെ അനിഷേധ രാജാവായിരുന്നു ഈ ഭീമൻ പാമ്പ്. അതിൻ്റെ വലിപ്പം കൊണ്ടും വേട്ടയാടൽ രീതികൾ കൊണ്ടും ശാസ്ത്രലോകത്തെ ഇന്നും അത്ഭുതപ്പെടുത്തുന്നു. പ്രകൃതിയിലെ താപനിലയും ജീവികളുടെ വലിപ്പവും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധമാണ് ടൈറ്റനാബോബയുടെ ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.